ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഒരു നോമ്പ് തുറക്ക് പോവാണ് കേട്ടോ. ഷർഫിയിലാണ് നോമ്പ് തുറവി. നമ്മളെ ജാപ്പൻ്റെയാണ് കേട്ടോ. ജിദ്ദ അമരമ്പലം പഞ്ചായത്തിൻ്റെ പ്രവാസി കൂട്ടായ്മൻ്റെ നോമ്പ് തുറവിയാണ്. അപ്പോൾ നമ്മൾ കൂറ്റമ്പാറുള്ള ആളുകളെ എല്ലാവരും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ 8 ദിവസമായി ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ ആദ്യമായിട്ടുള്ള നോമ്പ് തുറവിയാണ്. അങ്ങനെ ഷർഫയിൽ വെച്ചിട്ടാണ് നോമ്പ് തുറവി കേട്ടോ. അപ്പോൾ ഇതാ ഷർഫയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. പഴയ ഷർഫയൊന്നുമല്ല കേട്ടോ. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പഴയ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് പുതിയതാക്കിയിട്ട് ഉള്ളതാണ്. അപ്പോൾ അതാ ഞങ്ങൾ പോണ വഴിയിൽ ഷർഫ എത്താനായപ്പം ഒരു ഇഫ്താർ മീറ്റിൻ്റെ സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാം നിരത്താൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മളെ സൗദിയിൽ തന്നെ ആണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതാ അബീർ ഹോസ്പിറ്റൽ, നമ്മൾ ഫിറൂനും റേമോളൊക്കെ പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. സഫയർ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇഫ്താർ മീറ്റ് നടക്കുന്നത്. ആ ഹോട്ടലാണെങ്കിലും പഴയത് നിന്നും വ്യത്യസ്തമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടുകാരെയൊക്കെ ഓരോരുത്തരെ കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടാനും നമ്മൾ വന്ന വിവരം തന്നെ അധികം ആളുകൾക്കും ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ അറിയണത്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് സലാം കൊടുത്തൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കാനുള്ള. അപ്പോൾ അതാ ഒരുപാട് ആളുകളെ കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ ഫിയമോളും ഞാനും കൂടി ഒരു സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. ഞാനും ഫിയ ബേബി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഒരു സീറ്റിൽ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ലൈം ജ്യൂസ് ഉണ്ട്, മാംഗോ ജ്യൂസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ സമൂസ, പഴംപൊരി, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. സമൂസ, പഴംപൊരി, പിന്നെന്താ എല്ലാ സാധനം ഉണ്ടല്ലേ. പക്കവട, പിന്നെ തരിക്കഞ്ഞിണ്ട്, ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് അവിടെ അല്ലേ. നമുക്ക് ഒന്ന് നാട്ടിലത്തെ കുറേ ആളുകളെ കണ്ടു അല്ലേ. നോമ്പ് തുറക്കാനായിട്ടില്ല, ബാങ്ക് വിളിച്ചിട്ടില്ല. ഈ ഫുഡ് കഴിച്ചോ കഴിക്കാനായിട്ടില്ല, ബാങ്ക് വിളിക്കണ്ടേ. ഓക്കെ 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 എല്ലാം പൊട്ടിക്കണ്ട. ബാബ അവിടെ പുറത്തിരിക്കും, ബാബ പുറത്തിരിക്കാം, നമ്മളുണ്ടാളും ഇവിടെ. അങ്ങനെ എന്താ ബാങ്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലും അതുപോലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ചെറിയൊരു മീറ്റ് നടത്തിയിട്ടോ. അതായത് അവിടെ യാത്രയപ്പം അതുപോലെ തന്നെ കുറച്ച് ചെറുതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ജാപ്പൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചൊക്കെയുള്ള സംഭവങ്ങളൊക്കെയായിരുന്നു. ഇഫ്താർ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അമരമ്പലം പഞ്ചായത്തിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള മറ്റു പ്രവാസി സുഹൃത്തുക്കളെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ആദ്യം തന്നെ എത്തിച്ചേർന്ന നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന്. ഈ ഒരു സാംസ്കാരിക വേദി ഇവിടെ അറേഞ്ച് ചെയ്തത് എല്ലാവർക്കും പണി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തലാവിസ്കാരത്തിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് പരിപാടി തീർക്കേണ്ടതുണ്ട്.
പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഡയാലിസിസ് സെൻ്റർ സുഖമായ സംസാരത്തിൻ്റെ വേദി എല്ലാവരും മനസ്സിലാക്കുന്നത് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ലഭ്യമായിരിക്കുന്ന കടമ, അതിൻ്റെ കർത്തവ്യം, അതിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പോകുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ അടുത്ത് കുഞ്ഞിനെ മാറോട് അടുപ്പിച്ചുകൊണ്ട് ഒരു സഹോദരി വളരെയധികം വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? പുക വലിച്ചിട്ടുണ്ടോ? കള്ള് കുടിച്ചിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. 2 കിഡ്നിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതുപോലുള്ള കേന്ദ്രങ്ങളെ ആശ്രയിക്കുകയാണ്. അത് തികച്ചും നമ്മുടെ പൂക്കോട്ടുംപാടം അവലംബനം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മാതൃകയാണ്. ഇതുപോലെ ഇന്ന് വരെ കേരളത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത മക്കൾക്കുമാകാത്ത വിധം ഒരാളെയാണ് കിട്ടാറുള്ളത്. അതോടൊപ്പം നമ്മുടെ ജോലി ഒരമലാണ്. മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാ സുഖങ്ങളും വിടുത്തി വിദേശത്ത് വന്നു. നമ്മൾ എന്നൊരു കൂട്ടത്തിൽ പൈസയിൽ പോയി തിരിച്ചു വന്നു. പൈസയിലുണ്ട്, പൈസയുടെ പേരല്ല. അതിൽ ഒരു ഏകദേശം അവസാനത്തെ ഘട്ടമാണ് പ്രിയപ്പെട്ട കരിമ പോകുന്നതോട് കൂടി ഞങ്ങളെ ഒരു ഭാഗത്തെ തന്നെ നഷ്ടപ്പെടുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ബാക്കിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് യാത്രാമംഗളം നേരുന്നു. അസ്സലാമു വേദിയിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണം. കാരണം നമ്മളെല്ലാവരും പാടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ജാഫയുടെ ഈ യാത്രയപ്പ് വേദിയിലേക്ക് ജാഫയുടെ മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ കരീമാക്കാനെ ക്ഷണിക്കണം. അങ്ങനെ യാത്രയപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡ് കഴിക്കലായിട്ടോ. അപ്പോൾ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും പത്തിരിയും പൊറോട്ടയും ബീഫും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ നടക്കുകയാണ്. നടന്ന് ഷർഫിയ വരെ പോയിട്ടോ. ഷർഫിയ ടൗൺ വരെ പോയി കാക്കുവിൻ്റെ കടയിലും ഒക്കെ അങ്ങനെയൊക്കെ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് കാക്കുവിൻ്റെ അടുത്ത് എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ കാക്കുവിനെയൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മുന്നാപ്പാപ്പാൻ്റെ അടുത്തേക്കാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ ബാംഗ്ലൂരിൽ ഉള്ള അപ്പാപ്പ സൗദിയിലുണ്ട്. അപ്പോൾ അപ്പാപ്പനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അപ്പാപ്പ വന്ന് കുറച്ച് സമയം അപ്പാണ്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മക്കളെയും കൊണ്ട് പാർക്കിലേക്കാണ് കേട്ടോ പോയത്. പാർക്കിൽ അപ്പാൻ്റെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ സൗദിയിൽ നിന്ന് പോയതായിരുന്നു. ഇപ്പം എല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടി. അപ്പോൾ ഇതാ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അൽബൈക്ക് കാര്യങ്ങളൊക്കെ അയ്യബാക്കിയും എല്ലാം സമുദാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അൽബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ സൗദിയിലെത്തിയിട്ട് ആദ്യമായിട്ട് അൽബൈക്ക് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അൽബൈക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഓരോ വകയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രോസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ സമയം സംസാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം ഫെബേബിനെ ഊഞ്ഞാലാട്ടാനും ഒക്കെ വേണ്ടിയിട്ട് പാർക്കിൽ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി. അങ്ങനെ കുറേ നേരം പാർക്കിലൊക്കെ ഫെബേബിനെ കളിപ്പിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഇന്നത്തെ നോമ്പിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.